ഒന്നാം ഘട്ടം മുതൽ ഞങ്ങൾ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻ സജീവമായി പങ്കെടുക്കാറുണ്ട്. മൂന്നാമത്തെ എഡിഷനിലും പങ്കെടുക്കാൻ പറ്റുന്നു എന്നതിൽ നിറഞ്ഞ സ്നേഹവും സന്തോഷവും ആദ്യമേ അറിയിക്കട്ടെ. നമ്മൾ സാധാരണ മീഡിയയിലും പത്രങ്ങളിലും എന്തു തുറന്നാലും കാണുന്ന ഒന്നാണ് സ്വത്ത് തർക്കം, നിയമപ്രശ്നം, പീഡന പരാതികൾ, സ്ത്രീധന പ്രശ്നങ്ങൾ. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ കടന്നു പോകുന്നുണ്ട് നിത്യജീവിതത്തിൽ. അങ്ങനെയുള്ള വിഷയങ്ങളുമായി നമ്മൾ വാർത്തകളുമായി ബന്ധപ്പെടുമ്പോഴായിരിക്കും ഭൂരിഭാഗം ആളുകളും ഇടപെടുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വനിതയുടെ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശിപ്പിക്കുന്നത് എന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. സ്വത്ത് തർക്കം, കുടുംബ പ്രശ്നങ്ങൾ, ദത്തെടുക്കൽ, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ സാമാന്യമായ അറിവ് നൽകുന്നതിന് ഒരു അഡ്വക്കേറ്റിൻ്റെ അനുഭവങ്ങളിലൂടെ കഥ പോലെ വായിച്ചെടുക്കാവുന്ന ചില ഓർമ്മക്കുറിപ്പുകളും ലേഖനങ്ങളും മുതലായവയാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രിയയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഏറ്റെടുത്തിട്ടുള്ളത് ശ്രീ എസ് വി ഉണ്ണികൃഷ്ണൻ സാറാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ രജിസ്ട്രാറായ അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രിയ എഴുതിയ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അഡ്വക്കേറ്റ് ദിലീപ് എസ് പട്ടത്താനമാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി യാതൊരു മുഖവരിയും ആവശ്യമില്ലാത്ത നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരി എച്ച്മക്കുട്ടിയാണ്. എച്ച്മക്കുട്ടിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായി ക്ഷണിക്കുന്നു. പിന്നെ നമ്മുടെ എഴുത്തുകാരിയാണ്. എഴുത്തുകാരിക്ക് നമ്മൾ സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. എഴുത്തുകാരി പബ്ലിക്കേഷൻ്റെയും നമ്മുടെയും ഭാഗം തന്നെയാണ്. കൃഷ്ണപ്രിയയും ഏറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ബുക്കർ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സംസാരിക്കാനുള്ളത് ബിബിഷ ബാബുവാണ്. ബിബിഷയെയും ഏറെ സ്നേഹത്തോടെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഏറെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനായി ഞാൻ ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള അഭിവന്ദ്യരെ, ഇന്ന് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ പ്രധാന കാരണം, ഒന്ന്, ഞാൻ 3 വർഷം ജോലി ചെയ്ത ഈ സ്ഥാപനത്തിലേക്ക് ഒരു അതിഥിയായി വന്നെത്തി എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സന്തോഷം. 2, ഞാനിവിടെ നിയമസഭാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് ഞങ്ങൾ തുടങ്ങിവച്ച ഉദ്യമം ഇത്രയും വളരെ ഭംഗിയായി ഫലപ്രദമായി നടത്തിക്കാണുമ്പോൾ ഉള്ള സന്തോഷം, അത് ഇതിൻ്റെ പ്രാരംഭ ഘട്ടത്തിൽ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. അന്ന് സ്പീക്കറായ ശ്രീ എം പി രാജേഷ് സാറിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡ് എന്ന് പറയാവുന്ന തരത്തിലാണ് നമ്മൾ ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറഞ്ഞ് അത് ആസൂത്രണം ചെയ്തു വന്നത്. പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞ് സാറ് സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറി. എന്നാൽ പുതിയ സ്പീക്കർ ശ്രീ എം ഷംസീർ സാറ് ഇത് വളരെ ഗംഭീരമായി നന്നായി 3 പ്രാവശ്യം, ഇത് മൂന്നാമത്തെ പ്രാവശ്യം നടത്തുന്നു. ആ സന്തോഷം ആദ്യമേ പങ്കുവെച്ചുകൊള്ളട്ടെ. ഇന്നിപ്പോൾ ഇതിൽ എന്നെ അതിലേക്ക് വേണ്ടി അതുകൊണ്ട് ആ ഭാഗ്യം തരാൻ ക്ഷണിച്ചതിൽ അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രിയയോടും അതുപോലെ ഈ ബുക്കർ മീഡിയ പബ്ലിക്കേഷൻ്റെ സാരഥികളോടുമുള്ള നന്ദി ആദ്യമേ ഞാൻ പറയുന്നു. ഈ പുസ്തകത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത് ഒരു ലേഖന സമാഹാരമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ വായിച്ചു പോകുമ്പോൾ ഇത് കഥാസമാഹാരമാണോ എന്നൊരു സംശയം വരാൻ നിങ്ങൾക്ക്. കാരണം ഈ കുടുംബ ബന്ധങ്ങളിലെ ഇഴയടുപ്പങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ നന്നായി വരച്ച് കാണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണ് ഇത്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം ഒരു അഭിഭാഷകയുടെ കണ്ണിലൂടെ കണ്ട് എഴുതുന്ന രീതിയാണ്. കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് തന്നെ എന്താ, എല്ലാ കുടുംബ ബന്ധങ്ങളും അത് ശിഥിലമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. പഴയ തലമുറയനുസരിച്ച് നോക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഈഗോ ക്ലാഷ് ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഒന്നും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്, ഒന്നിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആ അവസ്ഥ കൊണ്ട് വളരെ പെട്ടെന്ന്
ഫാമിലി കോടതിയിലേക്ക് അല്ലെങ്കിൽ കുടുംബ കോടതിയിലേക്ക് ഈ തർക്കം എത്തുന്ന അവസ്ഥയുണ്ട്. മാത്രമല്ല, കുടുംബത്തിലുള്ള ആൾക്കാർ ആവശ്യമില്ലാതെ ഇടപെട്ട് വഷളാക്കുന്ന കുടുംബ ബന്ധങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അത് തന്നെയാണ്. അല്ലാതെ രണ്ടുപേരുടെ മാത്രമാണ് പ്രശ്നമെങ്കിൽ, കോടതിയിൽ പല കപ്പാസിറ്റിയിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അതിൽ അദാലത്തുകൾ പോലുള്ള സംവിധാനത്തിൽ കുടുംബ പ്രശ്നങ്ങളും ധാരാളം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, അത് സാധിച്ചിട്ടുമുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങൾ കുടുംബ പ്രശ്നമായി കൊണ്ടുവന്ന് അത് വലുതാക്കി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തവരെ പിരിച്ചയക്കുക എന്നുള്ളത് തന്നെയാണ് ശരിക്കുമുള്ള കാര്യം. അല്ലാതെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാവുന്ന ഈഗോ ക്ലാഷുകളാണെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഈ ലേഖന പരമ്പരയിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് തോന്നിയത്, ഇപ്പോഴും കുടുംബ കോടതിയിൽ നിലനിൽക്കുന്ന കേസുകളിൽ ലക്ഷക്കണക്കിന് കേസാണ് കേരളത്തിലെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. ഈ കേസുകളിൽ ശരിക്കും പ്രായോഗിക തലത്തിൽ പരിചയമുള്ള 2 പേര് സംസാരിക്കാനുണ്ടെങ്കിൽ ഈ കേസുകളിൽ 90% അവസാനിപ്പിക്കാൻ കഴിയും. ഒരു രമ്യമായി പരിഹരിച്ച് അവസാനിപ്പിച്ച് പോകാൻ കഴിയുമെന്നുള്ള ഉറപ്പെനിക്കുണ്ട്. കാരണം അതിൽ പങ്കെടുത്തിട്ടുള്ള ആൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാനത് ആ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഈ ഓരോ പ്രശ്നങ്ങൾ അത് പലതരമാണ്. കുടുംബ കോടതിയിൽ പ്രാക്ടീസ് എന്നെ റിട്ടയർ ചെയ്യാറായപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് കുടുംബ കോടതിയിലേക്ക് ജഡ്ജിയായിട്ട് വെക്കട്ടെ, ഒരു വില്ലിങ്ങിനെസ് അയക്കാൻ പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, നീ വയസ്സുകാലത്ത് ഇതും കൂടെ കൊണ്ട് നമുക്ക് താങ്ങുകയില്ല. കാര്യം ഓരോ ദിവസവും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സഹിക്കാം, ഇവർ തമ്മിലുള്ള പോരാട്ടം സഹിക്കാം, അവർ തങ്ങളിൽ അവിടെ വന്ന് വാഗ്വാദം നടത്തുന്നത് സഹിക്കാം. പക്ഷേ അവരോടൊപ്പം വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടാൽ നമുക്ക് താങ്ങുകയില്ല. അവരാരും അത് കണക്കാക്കുന്നില്ല. കുടുംബ ബന്ധങ്ങൾ വഷളാവുമ്പോൾ ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആകുന്നത് കുട്ടികളാണ് എന്ന കാര്യം ഈ രക്ഷകർത്താക്കളുടെ രക്ഷകർത്താക്കളോ അറിയുന്നില്ല എന്നത് ഏറ്റവും വലിയൊരു കഷ്ടമായി കേരള സമൂഹത്തിൽ പടർന്നു വന്നിരിക്കുന്നു. അതൊരു ക്യാൻസർ പോലെ പടർന്നു പിടിക്കുകയാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലല്ല. അത് ഈ പറഞ്ഞ പോലെ സ്ത്രീധനമാകാം, അതല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ലെങ്കിലും പ്രശ്നമുള്ള തരത്തിലുള്ള പെരുമാറ്റങ്ങളാകാം, ആ തരത്തിൽ പിന്നെ ചില ബന്ധങ്ങളാകാം, വിവാഹ ജീവിതത്തിന് പുറത്തുള്ള ബന്ധങ്ങളാകാം. ഇതെല്ലാം ഈ പ്രശ്നങ്ങളുടെ ഇതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുകൾ കൂടുതലായി വരുന്നത്. ഇതെല്ലാം വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ പുസ്തകം റിലീസ് ചെയ്യാൻ എന്നെ വിളിച്ചതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, വളരെ ഇഷ്ടപ്പെട്ടു. അതിന് കാരണം അതിൽ 3 അർത്ഥങ്ങളാണുള്ളത്. അത് എഴുതിയ ആളിൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. വായിക്കുന്നവനാണല്ലോ ഇതിലെ യഥാർത്ഥ ആൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂട് എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. കൂട് എന്നത് കുടുംബത്തിനെ തന്നെ സൂചിപ്പിക്കുന്നു. കുടുംബം ഒരു കൂടാണ്, ഒരു പക്ഷിക്കൂട് പോലെ. അത് ചിതറിപ്പോയാൽ ഉണ്ടാകുന്ന അവസ്ഥകളാണ് ഈ ഇതിൽ ലേഖന പരമ്പരകളിൽ മുഴുവൻ വരുന്നത്. അതോടൊപ്പം പറയാം സാക്ഷിക്കൂട്. ശരിക്കും കോടതിയിൽ നമ്മൾ വന്നിട്ട് സാക്ഷിക്കൂടായിട്ട് കയറി നിന്ന് ഒരു ജീവിതം ഹോമിക്കുന്ന തലമുറയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോഴും പ്രധാനമായും സാഹിത്യകാരിയാണ് കൃഷ്ണപ്രിയ. അത് പലർക്കും അറിയാവുന്നതാണ്. 2 പുസ്തകം ആൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഇതിൽ ആ പുസ്തകങ്ങളും അതിൽ കുറച്ച് കവിതകളെങ്കിലും ഞാനും വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം, ആ സാഹിത്യത്തിൽ ചാലിച്ചാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ മനസാക്ഷി എന്ന വാക്ക്, സാക്ഷി അതിൻ്റെ കൂടെ മനസ്സുകൂടി ചേർക്കുന്നു. അത് ഒരു കവിഭാവനയാണ്. അതിന് കാരണം വെറും സാക്ഷിക്കൂടല്ല, അവിടെ കയറുമ്പോൾ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കുമെങ്കിൽ ഈ കേസ് അവസാനിക്കും. അങ്ങനെ 3 അർത്ഥതലങ്ങളുള്ള ഒരു ക്യാപ്ഷൻ, ഒരു ഹെഡിങ് ഈ പുസ്തകത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്നതിന് കൃഷ്ണപ്രിയയ്ക്ക് പ്രത്യേക ഒരു സ്നേഹാദരം ഞാൻ സമർപ്പിക്കുന്നു. ഇനി ഞാൻ ആ പുസ്തകത്തിൻ്റെ ഒരുപാട് വിശദീകരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് വായിച്ചപ്പോൾ എനിക്കതിൽ നിന്ന് പറയേണ്ട, അതായത് ഈ കേൾക്കുന്നവർ കേൾക്കണം, വായിക്കണം എന്ന് തോന്നുന്ന ഒരു ഭാഗം മാത്രം ഞാൻ പറയാം. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ശ്രദ്ധ കിട്ടും. കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു വാചകം, ബന്ധങ്ങളിൽ എപ്പോഴും ശ്രദ്ധ വേണം. മനോഹരമായ പൂച്ചെടികൾ പോലെയാണ് മനുഷ്യരുടെ ബന്ധങ്ങൾ.
കൃത്യമായ പരിചരണവും ശ്രദ്ധയും ലഭിച്ചില്ല എങ്കിൽ കളയും കീടങ്ങളും ചേർന്ന് ചെടിയെ നശിപ്പിക്കും. എല്ലായ്പ്പോഴും ശ്രദ്ധ കിട്ടുന്ന ചെടികളാവട്ടെ നിറയെ പൂക്കളുമായി കണ്ണിനും മനസ്സിനും കുളിർമ പകരുകയും ചെയ്യും. സ്നേഹിക്കാനും പരിഗണിക്കാനും കഴിയാത്തവർ വിവാഹത്തിന് തുനിയരുത്. അതുപോലെ തന്നെ പൊരുത്തപ്പെടാൻ കഴിയാത്ത ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു മാറുന്നതിന് പകരം താൽക്കാലിക ബന്ധങ്ങളിൽ സന്തോഷം തിരയുന്നവർ ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തുമ്പോൾ വഞ്ചിക്കപ്പെടുന്നത് പോലെ വിഡ്ഢിയാക്കപ്പെടും. ചിത്രത്തിൽ കാണിക്കുന്ന ഭംഗിയോ ഗുണമോ പലപ്പോഴും കയ്യിലെത്തുന്ന ഉൽപ്പന്നത്തിനുണ്ടാവില്ല. കുടുംബം എന്ന വാക്കിൻ്റെ പവിത്രതയെ പുച്ഛിക്കുന്നത് കെട്ടുപൊട്ടിയ പട്ടം കണക്കെ പറക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരക്കാർ പറയുക, പക്ഷേ ഒരിക്കലും നിങ്ങൾ പൊട്ടിച്ചെറിയാൻ തീരുമാനിച്ച നൂലിൻ്റെ അറ്റം ഒരാളുടെയും കൈകളിൽ ഏൽപ്പിക്കാതിരിക്കുക. കൃത്യമായി പറഞ്ഞാൽ ഉത്തരവാദിത്വവും സ്നേഹവും പകരാൻ കഴിയാത്തവർ വിവാഹിതരാകാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നിടത്ത് എല്ലാം ഉണ്ട്. ഈ പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗവും അതിനകത്തുണ്ട്. കുടുംബം എന്താണ് എന്ന് അത് ഉദ്ഘോഷിക്കുന്നുണ്ട്. അതോടൊപ്പം കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ശിഥിലമാകുന്നു എന്ന് പറയുന്നുണ്ട്. വിവിധ തരം കേസുകളാണ്. അതും വെറുതെ ഒരു സങ്കല്പത്തിൽ എഴുതിയതല്ല. അതാണ് അതിലെ പ്രത്യേകത. ഈ ലേഖനങ്ങളെല്ലാം തന്നെ സ്വന്തം പരിചയത്തിലൂടെ അഭിഭാഷക എന്ന നിലയിലുള്ള ദീർഘകാലത്തെ പരിചയത്തിൽ നിന്ന്, കുടുംബ കോടതിയിലെ ദീർഘകാലത്തെ സർവീസിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഭവം തുന്നിച്ചേർത്ത ഒരു ഏടാണ് ഈ പുസ്തകം. അതുകൊണ്ട് ഇത് വായിച്ചാൽ ഒരു കാരണവശാൽ പലർക്കും നമുക്കറിയാം, ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസറ്റ് എന്ന് പറയും. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒഴിവ് കഴിവേ അല്ല. നിയമം അറിയണം എന്ന് നമ്മുടെ സംഹിത നമുക്ക് വിവക്ഷിക്കുകയാണ്. നമുക്ക് നിയമം അറിയില്ല എന്ന് പറഞ്ഞിട്ട് പെറ്റിയടിച്ചാൽ ഫൈനടയ്ക്കാതെ പോകാൻ പറ്റില്ല. എനിക്കറിയില്ല, ഹെൽമെറ്റ് വെച്ച് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരാളിന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല. ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ, ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളെല്ലാം നമുക്ക് അറിയാമെന്നാണ് വിവക്ഷിക്കപ്പെടുന്നത്. അതുപോലെ കുടുംബ കോടതിയിലെ നിയമങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്കിപ്പോൾ 100% സാക്ഷരത നേടിയ കേരളത്തിൽ പക്ഷേ നിയമസാക്ഷരത വളരെ കുറവാണ്. അപ്പോൾ നിയമസാക്ഷരത കൂടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അത്യാവശ്യം ഒരു സമൻസ് വന്നാൽ എന്ത് ചെയ്യണം, ഒരു കുടുംബ പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് കേസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അത് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു പുസ്തകമാണ് ഇത്. അതുകൊണ്ട് വളരെയധികം ഉപയോഗം വരും ഈ പുസ്തകം. എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്. എൻ്റെ സർവീസിൽ ഈ പറയുന്നത് പോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സർവീസിൻ്റെ അത് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട്. കഥകളൊന്നും പറയാൻ സമയമില്ല. കാരണം ഞങ്ങൾ ആദ്യം ഇത് തീരുമാനിക്കുമ്പോൾ തന്നെ ബെല്ല് കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സമയം കൃത്യമായി നിയമസഭയിൽ നടത്തുന്നത് പോലെ തന്നെ ബെല്ലടിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. നമുക്കിന്ന് അനുവദിച്ചതിൽ ഒരല്പസമയം കൂടുതൽ കിട്ടും, കാരണം ഒരു പബ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും അതിന് വളരെയധികം സന്തോഷപൂർവ്വം ഈ പുസ്തകം പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. മനസാക്ഷിക്കൂട് എന്ന പുസ്തകം എല്ലാവരും വായിക്കുക. ഇതിന് തയ്യാറായി ഇത് നല്ല കവർ പേജ് ഓടുന്നത് ഞാൻ മുനീർ സാറിന് ഈ പബ്ലിക്കേഷനെക്കുറിച്ച് ഇതിൻ്റെ കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, നല്ല കവർ പേജാണ്, നല്ല ഡിസൈനാണ് എന്ന് മുനീർ സാർ പറഞ്ഞു. അപ്പോൾ ഈ പുസ്തകം വായിക്കുക. ഇത് വെറും ഒരു ലേഖനമായി വായിക്കരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ദിവസവും പ്രയോജനം വരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വായിച്ച് ഇത് ഉത്ഭുതരാവുക എന്ന ആഹ്വാനത്തോടുകൂടി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകം ജനങ്ങൾക്കായി പ്രസിദ്ധീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ബഹുമാനീയനായ ശ്രീ ഉണ്ണികൃഷ്ണൻ സർ, റെസ്പെക്റ്റഡ് മാഡം SP കുട്ടിമ്മ, ഇന്നത്തെ പുസ്തകത്തിൻ്റെ ഓതർ അഡ്വക്കേറ്റ് G കൃഷ്ണപ്രിയ, അതിൻ്റെ പബ്ലിഷർ സനിത മാമിൻ്റെ പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്ത മാം, എല്ലാവർക്കും, വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. യഥാർത്ഥത്തിൽ ഔപചാരികമായിട്ടുള്ള ഒരു ചടങ്ങിൽ ആദ്യമായിട്ടാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ കോടതിയിൽ പോയി, ഞാൻ ബേസിക്കലി ഞങ്ങളൊരു അഡ്വക്കേറ്റ് ഫാമിലിയാണ്. അപ്പം ബേസിക്കലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു വേദി അഭിസംബോധന ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അത് എൻ്റെ സഹധർമ്മിണിയിലൂടെ ആകുമ്പോൾ
അതിൻ്റെ അഭിമാനവും അതിനോടുള്ള ഒരു പ്രത്യേകതരം ഒരു ഓർമ്മപ്പെടുത്തലുകളും കൂടെ അതിനെ കൂടെ ഇഴുകിച്ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസരമായിട്ട്, ഏറ്റവും വിലപ്പെട്ട ഒരു ദിവസമായിട്ടും കണക്കാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ പുസ്തകത്തെക്കുറിച്ച് വിശദീകരിച്ച് ഒരു 10 മിനിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഇതിൻ്റെ ഒരു സാരാംശം, ഇതിലും ഭംഗിയായിട്ട് ആ സാരാംശം വിശദീകരിക്കാൻ എനിക്ക് തോന്നുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് സർവീസിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഉണ്ണികൃഷ്ണൻ സാറെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ കോടതിയിൽ ഞാൻ കേസ് നടത്തുന്ന സമയത്ത് എനിക്ക് അങ്ങനെ വലിയൊരു വിൻറ്റേജ് ഉണ്ടായിരുന്ന ഒരു സമയമൊന്നുമല്ല. എന്നാലും വളരെ ഇപ്പോൾ ജൂനിയർ അഡ്വക്കേറ്റ്സിനോടൊക്കെ എങ്ങനെ അവരെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഉണ്ണികൃഷ്ണൻ സാർ. അങ്ങനെ ടു ബി ഫ്രാങ്ക് ഒരുപാട് പേരെ അങ്ങനെ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടുപോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ ഒരു പുസ്തകത്തിനകത്ത് ഈ പുസ്തക സ്വീകരണം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും പബ്ലിഷറും കൂടെ ഡിസൈഡ് ചെയ്യുമ്പോൾ പോലും ആ മൊമെൻ്റ് വരെ ഞാൻ അറിയുന്നില്ല. എന്തായാലും അങ്ങനത്തുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനത്തുള്ളൊരു വേദി എൻ്റെ ജന്മത്തിൽ എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും ഞാൻ സംശയിക്കുന്നു. ഈ മനസാക്ഷിക്കൂട് എന്ന് പറയുന്ന പുസ്തകം യഥാർത്ഥത്തിൽ അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രിയ എന്നുള്ള രീതിയിൽ ഔപചാരികമായിട്ട് ഒരു ഭാര്യ-ഭർത്തൃ ബന്ധത്തിനപ്പുറത്തോട്ട് നിന്ന് ഒരു വക്കീൽ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 വർഷത്തിലേറെയായി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രിയ ഞാനുമായിട്ട് പരിചയപ്പെടുന്ന നാൾ സ്വന്തമായിട്ട് ഫ്രീലാൻസായിട്ട് ഒരു ഓഫീസ് എടുത്ത് വളരെ സധൈര്യം പല കേസുകളിൽ, അതായത് ഫാമിലി കോടതി കേസുകൾ എന്നുള്ളതല്ല, ഈവൻ ഹൈക്കോടതിയിലെ കേസുകൾ പോലും ആ ചെറിയ വിൻറ്റേജിൽ നടത്തി വരുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ വിഭാഗപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ വിഭാഗീയതയിൽ കൊണ്ടുപോകേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത കാലത്തും അവർ പുറകോട്ട് നിൽക്കുന്ന കാലത്ത് ശരിക്കും എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു പ്രാക്ടീസിൻ്റെ ഒരു വശം ഞാൻ കണ്ടായിരുന്നു. അവിടെ കുടുംബ കോടതികളിലെ കേസുകളിൽ പ്രത്യേകം ശ്രദ്ധയൂന്നി മുന്നോട്ട് പോവുകയും അങ്ങനത്തുള്ള കക്ഷികളിലൂടെ കൂടുതൽ ഇടപഴകാൻ ശ്രമിക്കുന്ന ഒരു ടെൻഡൻസി ഞാൻ കണ്ട് പുറത്തുനിന്ന് വീക്ഷിച്ചപ്പോൾ അതിനെ കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണണം എന്ന് കരുതിയിട്ടായിരിക്കണം കുറച്ചൊക്കെ ഈ കക്ഷികളുമായിട്ടുള്ള ഇൻ്റലിജൻസിൽ ഞാൻ ഇടയ്ക്ക് ഓഫീസിൽ ചെന്നിരിക്കാറുണ്ട്. വളരെ പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു സാധനം കൈവിടാതെ, എന്നാൽ ഒരു കുടുംബത്ത് ഒരു കുടുംബ വിഷയം ചർച്ച ചെയ്യാൻ വരുന്ന ആരായാലും, അത് ഒരു ഹസ്ബൻഡാണെങ്കിലും വൈഫാണെന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് കണക്കാക്കിയിട്ട്, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയൊരു ഭാരം പേറി ആ ഓഫീസിൽ വന്ന് കയറുകയും തിരിച്ച് അവർ മടങ്ങുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു വക്കീലിൻ്റെ ധർമ്മം എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ, ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടുന്ന വക്കീൽ സമൂഹത്തിൽ ഉൾപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിലുള്ളവർ ഏറെക്കുറെ ഒരു മെജോറിറ്റിയും അങ്ങനെ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ, അതൊരു വിമർശനാത്മകമായിട്ടുള്ള കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറേയൊക്കെ വഷളാവാതിരിക്കാൻ അവരെ കൊണ്ട് സാധിക്കും എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നും പറയാൻ സാധിക്കുന്ന കാര്യമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ അവർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം ഞാൻ പൊതുവേ അത്യാവശ്യം സെഷൻസ് കേസും സിവിൽ കേസും ഒക്കെ നടത്തി പോകുന്ന ഒരു സാഹചര്യത്തിലും ഫാമിലി കോർട്ട് മാറ്റേഴ്സ് വരാൻ നേരത്ത് യഥാർത്ഥത്തിൽ ഫാമിലി കോർട്ടിൽ ഒരു മാറ്റർ വന്നു കഴിഞ്ഞാൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ കൂടുതൽ ആഴത്തിലിറങ്ങി മനസ്സിലാക്കിയിട്ടുള്ള ഒരു പക്ഷേ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ആളായിരിക്കും അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രിയ. അതുകൊണ്ട് തന്നെ നിസ്സംശയം നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്നും കുറേ
അനുഭവത്തിൻ്റെ ഏടുകളുടെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ രചിക്കപ്പെട്ട ഈ ഒരു കാര്യം അത് എഴുത്തുകാരിക്ക് വളരെ ദീർഘകാലം അങ്ങനത്തുള്ള ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ലിറ്ററേച്ചറിൻ്റെ ആ ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ഇന്ന് ഈ വേദിയിൽ കൂടുതൽ സംസാരിക്കാനായിട്ട് എനിക്ക് വൈകാരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളും അതിനകത്ത് സ്വാഭാവികമായിട്ടും ഉള്ളതുകൊണ്ടായിരിക്കും സംസാരിക്കാൻ ഒരുപാട് വാക്കുകൾ കിട്ടുന്നില്ല. എന്നാലും ഞാൻ വളരെ സന്തുഷ്ടനായ മറ്റൊരു കാഴ്ച, യഥാർത്ഥത്തിൽ എഴുത്ത് അല്ലെങ്കിൽ വായന, ദിനംപ്രതിയുള്ള പത്രവായന പോലും ഗണ്യമായിട്ട് കുറഞ്ഞ ഒരു കാലയളവിൽ ഉണ്ണികൃഷ്ണൻ സാറിനെ പോലുള്ള മഹാവ്യക്തിത്വങ്ങൾ തുടങ്ങി വെച്ച ഒരു സംരംഭം, ആ സംരംഭത്തിന് ഇത്രയധികം ജനപങ്കാളിത്തം കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അല്ല. അത് പൊള്ളയായിട്ടുള്ളൊരു വാക്കല്ല, ഉള്ളിൽ നിന്നും ആത്മാർത്ഥമായിട്ട് തട്ടിപ്പറയുകയാണ്. ആ ഒരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഇനിയും ഒരുപാട് വളർന്നു വരട്ടെ. കൂടുതൽ യുവതലമുറ വായനയിലോട്ട് ശ്രദ്ധയൂന്നിക്കൊണ്ട് വീണ്ടും പുസ്തകങ്ങളും ദിനപത്രങ്ങളും മാസികകളും പങ്ക്തികളും എല്ലാം വായിച്ച് അവരുടെ കാഴ്ചപ്പാട് തന്നെ മാറാനിടയാവട്ടെ എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വേദിയിൽ സന്നിഹിതരായിട്ടിരിക്കുന്ന എല്ലാവരോടും ഓരോരുത്തരോടായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മനസ്സാക്ഷിക്കൂട് എന്ന പുസ്തകം അത് വളരെ അത്യാവശ്യമായൊരു പുസ്തകമാണെന്ന് എൻ്റെ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി ഞാൻ പറയും. കാരണം നിയമം അറിയുക, നിയമം അറിയാതിരിക്കുന്നത് നിയമം ലംഘിക്കാനുള്ളൊരു കാരണമല്ല എന്ന് പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ നമുക്ക് നിയമസാക്ഷരത വളരെ കുറവാണ് എന്നാണ് എനിക്ക് സാധാരണ രീതിയിൽ മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നിയമസാക്ഷരത ഉണ്ടാകാനും നിയമസാക്ഷരത ഉണ്ടായാൽ നിയമത്തിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയാനും ജീവിതത്തിൽ നിയമം വഴി സാധിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും എല്ലാം ഒരു പക്ഷേ ഈ പുസ്തകം എല്ലാവരെയും സഹായിക്കും. അങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടുതൽ ഉണ്ടാകേണ്ടത് നമ്മുടെ നിയമസാക്ഷരത വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണ് എന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. അതുകൊണ്ട് ഈ പുസ്തകത്തിനെ എല്ലാവരും ഏറ്റെടുക്കട്ടെ, പുസ്തകം ധാരാളമായി വായിക്കപ്പെടട്ടെ, അനവധി പതിപ്പുകൾ ഇറങ്ങട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാർ, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി എച്ച് മാം, എൻ്റെ പ്രിയപ്പെട്ട പ്രസാധക സനത മാം, എൻ്റെ ഹസ്ബൻഡും എൻ്റെ കരുത്തും എല്ലാമായ അഡ്വക്കേറ്റ് എസ് ദിലീപ്, ബുക്കറിൻ്റെ വിബിഷ, ഇവിടെ ഈ പുസ്തക പ്രകാശനത്തിൽ നിറഞ്ഞ മനസ്സോടുകൂടി പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വായനക്കാരെ, കഴിഞ്ഞ 15 വർഷമായിട്ട് ഫുൾ ടൈം അഭിഭാഷക എന്ന് തന്നെ പറയാം. കാരണം അഭിഭാഷക വൃത്തിയോടുള്ള ആഭിമുഖ്യം കാരണം ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്ന ആളാണ് ഞാൻ. എല്ലാത്തരം കേസുകളും ആദ്യകാലങ്ങളിൽ കൈകാര്യം ചെയ്തു തുടങ്ങിയെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേസുകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം, വൈവാഹിക ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ തന്നെയാണെന്ന്. നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന കുടുംബ കോടതികളുടെ എണ്ണം തന്നെ കാണിക്കുന്നത് ഏറ്റവും അധികം
ഫയൽ ചെയ്യപ്പെടുന്ന കേസുകൾ കുടുംബ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണെന്നാണ്. ഈ പുസ്തകം ഒരിക്കലും നിയമരംഗത്തുള്ളവർക്ക് ഉള്ള ഒരു റെഫറൻസ് ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക്, അതായത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരുപോലെ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് കുടുംബങ്ങളിലുണ്ടാകുന്നത്. അതിൽ സാമ്പത്തികമോ സാംസ്കാരികമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളോ ഒന്നും ബാധിക്കാതെ എല്ലാവരും ഒരുപോലെ നേരിടുന്ന ഒരു വിഷയം എന്ന രീതിയിൽ എത്ര വിദ്യാഭ്യാസമുള്ളവർക്കും ചിലപ്പോൾ നിയമത്തെക്കുറിച്ച് വലിയ അവഗാഹമൊന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷേ നിയമത്തെക്കുറിച്ച് നമുക്ക് എല്ലാ മേഖലയെക്കുറിച്ചും ഒരു ജനറൽ അവയർനെസ് ഉണ്ടായിരിക്കണം എന്നുള്ളതുപോലെ തന്നെ നിയമത്തെക്കുറിച്ച് തീർച്ചയായും നമുക്ക് ആ ഒരു അവയർനെസ് ഉണ്ടായേ പറ്റൂ. ഇപ്പോൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്നുള്ള നിലയിൽ, പ്രാക്ടീസ് ചെയ്യുന്നൊരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലും ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകളുടെ ഫാക്ട്സാണ് ഞാനിതിൽ പറയുന്ന ലേഖനങ്ങൾ ഓരോന്നും. അതിൽ പറയുന്ന വ്യക്തികളുടെ പേരുകളും ഫാക്സിലുള്ള ചെറിയ വ്യത്യാസങ്ങളും വരുത്തിയിട്ടുണ്ട്. കാരണം അത് ആരെയും പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. എന്തിനാണ് ഈ കഥകളൊക്കെ ഇവിടെ എഴുതി വെച്ചത് പറയുന്നതെന്ന് ചോദിച്ചാൽ, കഥാരൂപേണ പറഞ്ഞെങ്കിൽ മാത്രമേ സാധാരണ ഒരാൾക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുകയുള്ളൂ. നിയമം അതിൻ്റെ അന്തസ്സത്തയോടുകൂടി പറഞ്ഞു വെച്ചാൽ നിയമം പഠിക്കുന്നവർക്ക് പോലും വായിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വിരസത തോന്നും. നമുക്ക് തന്നെ നിയമപുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നിവർത്തികേട് കൊണ്ട് വായിച്ചല്ലേ പറ്റൂ, പഠിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് വായിച്ചു പോകുന്നതാണ്. അപ്പോൾ സാധാരണക്കാർ ഒരു കാരണവശാലും കർശനമായ നിയമങ്ങൾ അതേപടി പകർത്തി വെച്ചാൽ അവർ വായിക്കുകയില്ല. എന്നാൽ അത് ഒരു കഥാരൂപേണ പറഞ്ഞാൽ, നമുക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. കഥാരൂപേണ പറയുകയും കഥാസന്ദർഭങ്ങളിൽ ആ കഥയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഏത് രീതിയിൽ അഭിമുഖീകരിക്കുന്നു, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ നമ്മൾ തരണം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ തലച്ചോറിലേക്ക് അത് കയറും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ 26 ലേഖനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകം എന്ന് പറയുന്ന ഉദ്യമത്തിലേക്ക് കടന്നു വന്നത്. അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള, നമ്മൾ അസുഖം വന്നാൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നതുപോലെ ഒരു കുടുംബത്ത് വൈവാഹികമായിട്ടുള്ളൊരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കണം എന്നതിലുപരിയായി മറ്റൊരാളുടെ പ്രശ്നങ്ങൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ താരതമ്യപ്പെടുത്തും, നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ, എന്തുകൊണ്ട് നമുക്കത് ഒഴിവാക്കിക്കൂടാ എന്ന ഒരു പുനർചിന്തനം ആർക്കെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചാൽ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം സാർത്ഥകമാകുന്നത് അപ്പോഴാണെന്ന് ഞാൻ പറയും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും അധികം വിലമതിക്കുന്നത് എൻ്റെ കുടുംബത്തിന് തന്നെയാണ്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുമ്പോൾ അത് പാർട്ട്നേഴ്സായിട്ടുള്ള സ്ത്രീയെയോ പുരുഷനെയോ അല്ല ബാധിക്കുന്നത്, അത് അങ്ങേയറ്റം ബാധിക്കുന്നത് ആ ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടികളെ തന്നെയാണ്. അവരുടെ മാനസിക ആരോഗ്യം, അവരുടെ ഭാവിയിലേക്കുള്ള അവരുടെ ചവിട്ടുപടികൾ, ഇതൊക്കെയാണ് തടസ്സപ്പെടുന്നത്. ബ്രോക്കൺ ഫാമിലിയിൽ ജീവിക്കുന്ന കുട്ടികൾ എത്ര വലിയ ബുദ്ധിവികാസത്തോടു കൂടി ജനിച്ചു എന്ന് പറഞ്ഞാലും അവർക്ക് ആരോഗ്യകരമായ ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കാൻ സാധിച്ചുവെങ്കിൽ മാത്രമേ ജന്മനാ സിദ്ധിച്ച ഭൗതിക തലത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ എന്നാണ് ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷക എന്നുള്ള നിലയിൽ ഞാൻ കണ്ട കേസുകളിൽ നിന്നുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഈ പുസ്തകം വായിക്കുന്നത് കൊണ്ട് ഒരാൾക്കെങ്കിലും സാധിച്ചാൽ, അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ ഒരാളെയെങ്കിലും പ്രേരിപ്പിച്ചാൽ, അതാണ് ഈ പുസ്തകം കൊണ്ട് ഞാൻ ലക്ഷ്യമാക്കിയിട്ടുള്ളത്. ഇതൊരു വലിയ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു പുസ്തകമല്ല. നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് വായിച്ചു പോകാവുന്ന പുസ്തകമാണ്. വായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും സമർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം. എല്ലാവർക്കും നമസ്കാരം. ബുക്കർ മീഡിയ പബ്ലിക്കേഷൻ്റെ 186ാമത്തെ പുസ്തകമായ മനസാക്ഷിക്കൂട് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങാണ് ഇന്നിവിടെ നടന്നത്. പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ വി ഉണ്ണികൃഷ്ണൻ സാറിനെയും പുസ്തകം സ്വീകരിച്ച അഡ്വക്കേറ്റ് ദിലീപ് എസ് പട്ടത്താനത്തിനെയും ഈ ബുക്കിന് വേണ്ടി ബുക്കർ മീഡിയ പബ്ലിക്കേഷൻ തിരഞ്ഞെടുത്ത അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രിയ മാഡത്തിനെയും നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രിയ എഴുത്തുകാരി എച്ചിമിക്കുട്ടിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ബുക്കറിൻ്റെ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ബുക്കറിൻ്റെ കവർ. നമ്മളുടെ എല്ലാ കവറും ചെയ്യുന്നത് നമ്മളുടെ അനൂപ് ചാലിശ്ശേരി സാറാണ്. സാറിനെയും ഈ വേദിയിൽ ഞാൻ സ്മരിക്കുന്നു. അതുപോലെ തന്നെ ബുക്കറിൻ്റെ എല്ലാമായ സനിത മാഡത്തിനെയും എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ KLBF 3rd എഡിഷൻ
തേർഡ് എഡിഷൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അതുപോലെ തന്നെ ബുക്കറിൻ്റെയും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.